ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏഷ്യയിലെ ഫെഡറിക് രണ്ടാമൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി സ്പാൻഡോ ജയിൽ സന്ദർശിച്ചു. ഓരോ തടവുകാരനും 2 മിനിറ്റ് സമയം ചക്രവർത്തിയുടെ മുമ്പാകെ ചെലവഴിക്കുവാൻ ലഭിച്ചു. തങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ചക്രവർത്തിയെ അവർ അറിയിച്ചു. ചക്രവർത്തി അവരോട് ഒരു ചോദ്യം ചോദിച്ചു: താങ്കൾ എന്തുകൊണ്ട് ഇവിടെ വരുവാൻ ഇടയായി? ഓരോ തടവുകാരനും സ്വന്തം തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട്, എൻ്റെ കുറ്റം കൊണ്ടല്ല എനിക്കിവിടെ വരുവാൻ ഇടവന്നത്, താൻ ഇവിടെ വരാൻ ഇടയായതിൻ്റെ യഥാർത്ഥ കാരണം പലരുടെയും തലയിൽ കെട്ടിവെക്കുവാൻ തുടങ്ങി. അവസാനം വന്ന ആൾ പറഞ്ഞു: പ്രഭോ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ദുർഗതിക്കെല്ലാം കാരണം ഞാൻ മാത്രമാണ്. എൻ്റെ ദുർവാശിയും മനസ്സിൻ്റെ ക്രൂരതയുമാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. ചക്രവർത്തി എല്ലാ തടവുകാരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു: നിങ്ങളിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും നീതിമാന്മാരാണ്, സത്യസന്ധരാണ്. എന്നാൽ തൻ്റെ കുറ്റം കൊണ്ട് താൻ ഇവിടെ വരാനിടയായി എന്ന് എന്നോട് ഏറ്റുപറഞ്ഞത് ഒരേ ഒരാൾ മാത്രം. സത്യത്തിൽ അവൻ മഹാപാതകിയാണ്. സത്യസന്ധനായ നിങ്ങളോടൊപ്പം ആ പാതകിയായ മനുഷ്യൻ ജീവിക്കുന്നത് ശരിയല്ല. ആയതിനാൽ അയാൾ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് കുറ്റമേറ്റു പറഞ്ഞ് തൻ്റെ കുറവുകളെ സമ്മതിച്ച ആ തടവുകാരനെ സ്വതന്ത്രനാക്കി. സത്യത്തിൽ ജയിൽവാസികൾ മുഴുവനും പാതകികൾ ആണ്, ഒരാളൊഴിച്ച്. ബാക്കിയുള്ളവർ തങ്ങളുടെ കുറ്റങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. ഒരാൾ മാത്രം സ്വന്തം തെറ്റിനെ തെറ്റായി കണ്ടു. അത് തൻ്റെ സ്വന്തം അപരാധമാണെന്ന് സ്വയം അദ്ദേഹം മനസ്സിലാക്കി. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ചില ചെറിയ ഗുണപാഠങ്ങളുണ്ട്. 1. സ്വയം തെറ്റിനെ തെറ്റായി അംഗീകരിക്കുവാൻ പഠിക്കുക. 2. നാം ദുരന്തം അനുഭവിക്കുന്നത് അവരുടെ ഇടപെടൽ മൂലമാണെന്ന വിശ്വാസം ഉപേക്ഷിക്കുക. 3. തെറ്റ് തിരുത്തി നന്മ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. ഫെഡറിക് രണ്ടാമൻ ചക്രവർത്തി പറയുന്നു: ഓരോ മനുഷ്യരിലും ദൈവിക ചൈതന്യത്തിൻ്റെ പ്രകാശ കിരണങ്ങളുണ്ട്. അത് നഷ്ടമായി പോകാതിരിക്കാൻ ഓരോ മനുഷ്യരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മിലെ പ്രകാശത്തെ തല്ലിക്കെടുത്തുവാൻ ശക്തരായ ദുഷ്ടാത്മാക്കൾ നമുക്ക് ചുറ്റിലുമുണ്ടെന്ന ബോധം എപ്പോഴും നമ്മെ ഭരിക്കണം. ക്രിസ്തു പറഞ്ഞു: നിങ്ങളിലെ പ്രകാശം അന്ധകാരമാകാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭദിനം. നന്ദി.